ഹലോ ഫ്രണ്ട്സ്, ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് സ്റ്റീരിയോ ചാനൽസിന് പെർ ചാനൽ 100 വാട്ട്സ് RMS കിട്ടുന്ന രീതിയിലും സബ് വൂഫർ ഔട്ട്പുട്ട് വരുന്നത് 200 വാട്ട്സ് RMS കിട്ടുന്ന രീതിയിലുമാണ് ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്രെയിൻസിൻ്റെ USB മോഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് സ്റ്റീരിയോ ചാനൽസിന് പെർ ചാനൽ 100 വാട്ട്സ് RMS വീതവും സബ് വൂഫർ ഔട്ട്പുട്ട് വരുന്നത് 200 വാട്ട്സ് RMSുമാണ്. ബാസും ട്രബിളും മാനുവൽ കൺട്രോൾ അല്ലാതെ റിമോട്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ സബ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് പാനലും മാറ്റ് ഫിനിഷിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പീക്കർ സോക്കറ്റുകളായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിലൊരു ഓക്സിലറി ഇൻപുട്ടും ഓക്സിലറി ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്സിലറി ഔട്ട്പുട്ട് വഴി നമുക്ക് മറ്റ് ആംപ്ലിഫയറിലേക്കോ ഹോം തിയേറ്ററിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സബ് വൂഫർ പ്രിയോട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവ് സബ് വൂഫറിന് വേണ്ടിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ട്രാൻസ്ഫോർമർ 27 വോൾട്ട് 8 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈ സ്റ്റേജിലേക്ക് 50 വോൾട്ട് 10,000 മൈക്രോ ഫാരഡിൻ്റെ 4 കപ്പാസിറ്ററുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആംപ്ലിഫയർ ബോർഡായിട്ട് പവർ ട്രിക്കിൻ്റെ ആംപ്ലിഫയർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സബ് വൂഫർ ചാനൽസിന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മോസ്ഫെറ്റിൻ്റെ IRF 240 9240 പെയറായി വരുന്ന സർക്യൂട്ടാണ്. കൂടാതെ സ്റ്റീരിയോ ചാനൽസിന് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ട്രാൻസിസ്റ്റർ സർക്യൂട്ടായ 52001943 പെയറായി വരുന്ന സർക്യൂട്ടാണ്. സബ് ഫിൽട്ടർ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് മഹാരാജയുടെ സബ് ഫിൽട്ടർ ബോർഡാണ്. പവർ ട്രിക്കിൻ്റെ തന്നെ ഒരു 2.1 സ്പീക്കർ പ്രൊഡക്ഷൻ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബാസ്റ്റബിൾ ബോർഡായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് UPC ഐസ് വെച്ചിട്ടുള്ള യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ബാസ്റ്റബിൾ ബോർഡാണ്. USB മോഡ്യൂളായിട്ട് ബ്രെയിൻസിൻ്റെ USB മോഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് വരുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഓൺ ടൈമായി വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും.